LDF സർക്കാരിനെ പുകഴ്ത്തിയതിൽ ശശി തരൂർ ഉറച്ചുനിന്നതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. തരൂരിനെതിരെ നടപടി ആവശ്യമില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇതിനിടെ തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് വീക്ഷണം ദിനപത്രം തരൂരിന്റെ ലേഖനം സാമൂഹ്യ ശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് ദേശാഭിമാനിയിൽ ഇന്ന് എഴുതുന്നു. നൃപൻ ചക്രവർത്തിയുടെ വിശദമായ റിപ്പോർട്ടിലേക്ക്. അന്ന, ശശി തരൂർ തുടങ്ങിവെച്ച സംസ്ഥാനം വികസന സൗഹൃദമാണ്, വ്യവസായ സൗഹൃദമാണ് എന്ന തരത്തിലുള്ള ചർച്ച വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിത്തെറിച്ച് പല നേതാക്കളും പുറത്ത് വന്നിരുന്നു. പക്ഷേ ഇന്ന് VD സതീശനടക്കം ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ മടിക്കുന്നുണ്ട്. കാരണം ഈ ചർച്ച വലിയ തരത്തിൽ കോൺഗ്രസിനെയും UDFനെയും പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട്. തരൂർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരും ഇടതുമുന്നണി വ്യാപകമായി ഈ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം തരൂരിനെ പോലെ ഒരു നേതാവ് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ വ്യവസായ വളർച്ച, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലൊക്കെ തന്നെ സംസ്ഥാനം മുന്നിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറി എന്ന വികസന കാഴ്ചപ്പാട് തരൂരിനെ പോലൊരു നേതാവ് മുന്നോട്ട് വച്ചു. ആ നിലപാട് തരൂർ ഉറച്ചു നിൽക്കുകയും സർക്കാർ ഇത് വ്യാപകമായി വലിയ തരത്തിൽ പ്രചരണമായി ഏറ്റെടുത്തിട്ടുമുണ്ട്. P. രാജീവ് തന്നെ ഇന്ന് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, സംസ്ഥാനത്തിൽ തരൂർ പറഞ്ഞത് വസ്തുതാപരമായ കാര്യമാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ നിരത്തി ഇക്കാര്യങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ മനസ്സിലാക്കിയാണ് തരൂർ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് വ്യവസായ മന്ത്രിയായിട്ടുള്ള P. രാജീവും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല കേരളം, ഇവരൊന്നും പറയുന്നതല്ല കേരളം, ഇവിടെ വ്യവസായ നിക്ഷേപം വേണ്ട എന്ന മട്ടിൽ ഒരു ചെറു ന്യൂനപക്ഷം പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരും കേരള വിരുദ്ധരും എന്ന ഒരു രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളം വളരണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം, കൂടുതൽ സംരംഭങ്ങൾ വരണം, കൂടുതൽ വ്യവസായ നിക്ഷേപം വരേണ്ടതുണ്ട്. സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് വാദിച്ച് വസ്തുതകളില്ലാതെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനവും യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സന്ദർഭത്തിൽ നടത്താൻ പാടില്ലാത്തതാണ്. അതേസമയം വലിയ വിമർശനം തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. ഹൈക്കമാൻഡും AICCയും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യം തന്നെയാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്ന് K. സുധാകരൻ പറഞ്ഞത് തരൂരിനുമായി ഈ കാര്യം ചർച്ച ചെയ്തു, അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നാണ്. എങ്കിലും അദ്ദേഹം തരൂരിനെതിരെ വലിയ പ്രകോപനപരമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം ഇക്കാര്യത്തിൽ M. ലിജുവും സുധാകരനുമായി താൻ ചർച്ച നടത്തിയിരുന്നു, ഇക്കാര്യങ്ങൾ തന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം തരൂർ തന്നെ നേരത്തെ വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് ഈ VD സതീശനും MM ഹസനൊക്കെ എടുക്കുന്ന അതേ കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ തരൂരിനോട് ഇല്ല എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് ഇന്ന് ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഇന്ന് വീക്ഷണം, കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം, അത് രൂക്ഷമായ ഭാഷയിൽ തരൂരിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തരൂർ തുടങ്ങിവെച്ച ചർച്ച വലിയ തരത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു. പല സമുദായ നേതാക്കളും ഈ കാര്യങ്ങളിൽ പിന്തുണ നൽകുന്നു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കം തരൂർ പറഞ്ഞത് ശരിയാണ്, മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം അടക്കം പറയുന്നു. അങ്ങനെ ഈ ചർച്ചയുടെ മുഴുവൻ പോസിറ്റീവായ ഘടകങ്ങളും ഗുണമായി മാറുന്നത് LDFനാണ്. അതിൻ്റെ തിരിച്ചടി UDFനും പ്രതിപക്ഷത്തിനുമാണ് എന്ന തരത്തിലാണ് വലിയ തരത്തിൽ ചർച്ച വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അന്ന, ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.